കോമ്പറ്റീഷൻ കമ്മീഷന്റെ റിപ്പോർട്ട് അതിന് ചുവട് പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതൊക്കെ വലിയ ചർച്ചകളിലേക്ക് ഇപ്പോൾ വരികയാണ്. ഒരു പവർ ഗ്രൂപ്പിന്റെ സാന്നിധ്യം മലയാള സിനിമയിൽ വളരെ പരസ്യമായി തന്നെ പ്രവർത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഹരിമോഹനാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. ഹരി, ഒരു പരസ്യമായ രഹസ്യം എന്ന് വേണമെങ്കിൽ പറയാം. മലയാള സിനിമയിൽ ഇത്തരം സംഘങ്ങൾ, ഗൂഢസംഘങ്ങൾ പ്രവർത്തിക്കുന്നു. അതിനെ പവർ ഗ്രൂപ്പ് എന്ന് പേരിട്ട് വിളിക്കുന്നു ഇപ്പോഴുള്ളതാണ്. അതിൽ 15 അംഗ സംഘങ്ങൾ എന്നൊക്കെയുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണെങ്കിലും മുൻപ് ഈ സിനിമയ്ക്കകത്തും പുറത്തുമുള്ളവർക്ക് അറിയാവുന്നതാണ്. അവിടെ ശക്തമായ പ്രബലരായ താരങ്ങൾ ചെലുത്തുന്ന സ്വാധീനം, മറ്റുള്ളവരുടെ അവസരങ്ങൾ നിഷേധിക്കാൻ അവർ എടുക്കുന്ന മുൻകൈ, അത് വിനയന്റെ കേസിൽ ഒപ്പം തന്നെ തിലകന്റെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. അന്നപ്പോൾ കോമ്പറ്റീഷൻ കമ്മീഷൻ അത് കൃത്യമായി താരങ്ങളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് നൽകിയ റിപ്പോർട്ടാണ്. അതിനുശേഷം ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോഴും സമാന രീതിയിലുള്ള വിലയിരുത്തൽ തന്നെ നടക്കുകയാണ്. അതേ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് തന്നെ പോവുകയാണ് അല്ലേ? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പവർ ഗ്രൂപ്പ് എന്ന പരാമർശം വന്നു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അതിനകത്ത് 15 പേര്, സിനിമയിലെ കരുത്തരായ 15 പേരടങ്ങുന്നതാണ് ഈ പവർ ഗ്രൂപ്പ്, അവരാണ് സിനിമയെ നിയന്ത്രിക്കുന്നത് എന്നുള്ള കണ്ടെത്തൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നതോടുകൂടി വലിയ തോതിൽ ഞെട്ടലും അത്ഭുതവും ഒക്കെ തന്നെ പ്രകടിപ്പിച്ചവരാണ് നമ്മൾ, അല്ലെങ്കിൽ മലയാളികളൊക്കെ തന്നെ. പക്ഷേ 7 വർഷം മുൻപ് ഈ പവർ ഗ്രൂപ്പിനെ പേരെടുത്ത് പറയാതെ തന്നെ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന, ഈ പവർ ഗ്രൂപ്പിലേക്ക് വിരൽ ചൂണ്ടുന്ന തരത്തിൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വിധിപ്പകർപ്പിൽ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിരുന്നു എന്നുള്ളതാണ്. അത് വിനയൻ കേസിലാണ്. വിനയൻ കേസ് ഉണ്ടാകുന്നത് 2014-ലാണ്. അതിന്റെ വിധി 2017 വരുന്നു. അതായത് വിനയന് ഒരു വിലക്ക് ഏർപ്പെടുത്തുകയാണ് താരസംഘടനയായ അമ്മയും നിർമ്മാതാക്കളുടെ സംഘടനയായ ഫെഫ്കയും ഒപ്പം തന്നെ മറ്റ് സിനിമാ സംഘടനകളും ഒക്കെ ചേർന്നുകൊണ്ട് അത്തരത്തിലൊരു വിലക്ക് ഏർപ്പെടുത്തുകയാണ്. അങ്ങനെ വിനയന് സിനിമകൾ ചെയ്യാൻ കഴിയാതെ വരുന്നു. അങ്ങനെ വിനയൻ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ സമീപിക്കുന്നു. അവർ 2017 ഒരു വിധി പുറപ്പെടുവിക്കുന്നു. വിനയന്റെ മേൽ ചുമത്തപ്പെട്ട വിലക്ക് നീക്കണം, ഒപ്പം തന്നെ അമ്മയുടെയും ഫെഫ്കയുടെയും ഒക്കെ പേരിൽ പിഴ ചുമത്തുകയും കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ചെയ്തു. പക്ഷേ അതിനകത്ത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം ഈ വിനയനുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള സിനിമയിലെ അപ്രഖ്യാപിത വിലക്കുകളൊക്കെ ഏർപ്പെടുത്തിയ ആളുകളുടെ പേരുകൾ വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് എന്നുള്ളതാണ്. അതിനകത്ത് പറയുന്നത് വിനയന്റെ എല്ലാ നീക്കങ്ങളെയും തടുത്തുകൊണ്ടാണ് ഈ പറയുന്ന കരുത്തരായിട്ടുള്ള താരങ്ങൾ, സംവിധായകരൊക്കെ തന്നെ നിന്നിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടും മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ് ഇവർ ചേർന്നുകൊണ്ടാണ് വിനയൻ രൂപീകരിച്ച സിനിമാ ഫോറം എന്ന് പറയുന്ന ഒരു സംഘടന, അതായത് പുതിയ അഭിനേതാക്കളെ വെച്ചുകൊണ്ട് കുറഞ്ഞ ബജറ്റിൽ സിനിമ ചെയ്യാൻ വേണ്ടി നിർമ്മിച്ച ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ തകർച്ചയ്ക്ക് കാരണം മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും അടക്കമുള്ള സൂപ്പർ താരങ്ങളാണെന്നുള്ള കണ്ടെത്തലാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. അതിന്റെ പ്രധാന കാരണമായി ഈ കമ്മീഷൻ നിരീക്ഷിക്കുന്നത് ഇവരുടെ കരിയറിന് ഭീഷണിയാകുമോ ഈ സിനിമാ ഫോറം എന്നുള്ളതാണ്. അതായത് പുതിയ അഭിനേതാക്കൾ വരുമ്പോൾ ഭീഷണിയാകും, അതായത് കുത്തകയാക്കി വെച്ചിരിക്കുന്ന എല്ലാത്തരം സൗകര്യങ്ങളും വിട്ടുകൊടുക്കേണ്ടി വരുമെന്നുള്ളൊരു ഭയമാണ് ഇതിന് കാരണമെന്നുള്ളതാണ് അതിനകത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഈ വിനയൻ ദിലീപിനെതിരെ സംസാരിച്ചതാണ് ഇതിന്റെ എല്ലാം തുടക്കമായി വരുന്നത്. ദിലീപിന്റെ ചില പ്രവണതകൾക്കെതിരെ വിനയൻ പരസ്യമായി സംഘടനയിലൊക്കെ തന്നെ സംസാരിച്ചു. ആ സംസാരിച്ചത് പിന്നീട് പോയത് മാക്റ്റയുടെ തകർച്ചയിലേക്കാണ്. വിനയൻ രൂപീകരിച്ച മാക്റ്റ എന്ന് പറയുന്ന, അല്ലെങ്കിൽ വിനയൻ അതിന്റെ തലപ്പത്തിരിക്കുന്ന മാക്റ്റ എന്ന് പറയുന്ന സംഘടനയെ തകർത്തത് ദിലീപാണ്. എന്നിട്ട് ഫെഫ്കയുടെ രൂപീകരണത്തിലേക്ക് എത്തി. ബി ഉണ്ണികൃഷ്ണനും ഒക്കെ തന്നെ നേതൃത്വം നൽകുന്ന ഫെഫ്കയുടെ രൂപീകരണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ദിലീപാണ് എന്നുള്ളതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത്തരത്തിൽ ദിലീപ് അടക്കമുള്ള സൂപ്പർ താരങ്ങൾക്കെതിരെ സംസാരിക്കുകയായിരുന്നു വിനയൻ. അതുകൊണ്ട് തന്നെ വിനയന്റെ സിനിമയിൽ ആരും പ്രവർത്തിക്കരുത് എന്നുള്ള അപ്രഖ്യാപിത വിലക്ക് മലയാള സിനിമയിൽ പലർക്കും ഏർപ്പെടുത്തി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു പ്രമുഖ നടനായിട്ടുള്ള തിലകൻ, മലയാള സിനിമയുടെ പെരുന്തച്ചനായിട്ടുള്ള തിലകൻ. ആ തിലകനെ നമ്മൾ ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിൽ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ട ഒരു സിനിമയാണ് ക്രിസ്ത്യൻ ബ്രദേഴ്സ്. ആ ക്രിസ്ത്യൻ ബ്രദേഴ്സിൽ വളരെ പ്രധാനപ്പെട്ട റോൾ ചെയ്യേണ്ടിയിരുന്ന ആളാണ് തിലകൻ. ആ തിലകനെ സിനിമയിൽ നിന്ന് വിലക്കിയതിന്, ക്രിസ്ത്യൻ ബ്രദേഴ്സിൽ നിന്ന് വിലക്കിയതിന് പിന്നിൽ മമ്മൂട്ടിയും മോഹൻലാലുമാണ് എന്നുള്ളൊരു കണ്ടെത്തൽ കൂടി ഇതിനകത്ത് വരുന്നു. മാത്രമല്ല ഈ തിലകന് വിലക്കേർപ്പെടുത്തുന്നതിലേക്ക്, അല്ലെങ്കിൽ അമ്മ തിലകനെ പുറത്താക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഈ പറയുന്ന വിനയന്റെ സിനിമകളിൽ അഭിനയിക്കുക, ചില കാര്യങ്ങൾ തുറന്നു പറയുക, അത്തരം ചില സംഭവങ്ങളാണ് തിലകനെ പുറത്താക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. മാത്രമല്ല ഈ വിനയന്റെ സിനിമയുമായി സഹകരിച്ച ചില പ്രധാനപ്പെട്ട നടന്മാരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചത് മലയാള സിനിമയിൽ മലയാളികൾ ഒന്നടങ്കം ആഘോഷിക്കുന്ന, ആരാധിക്കുന്ന ചില സംവിധായകർ കൂടിയുണ്ട് എന്നുള്ളതാണ്. ബി ഉണ്ണികൃഷ്ണൻ, സിബി മലയിൽ, നിർമ്മാതാവ് സിയാദ് കോക്കർ
എന്നിവരടക്കം ഈ പിന്തിരിപ്പിക്കൽ വ്യക്തികളിൽ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ആളുകളുടെ പേരുകൾ പറയുന്നത് നടൻ മധു, അതായത് മുതിർന്ന നടനായിട്ടുള്ള മധുവിനെ ഈ വിനയന്റെ പടത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചതിന് പിന്നിൽ സിയാദ് കോക്കറും ബി ഉണ്ണികൃഷ്ണനുമാണെന്നുള്ള കണ്ടെത്തൽ കമ്മീഷൻ റിപ്പോർട്ടിൽ വരുന്നു, കമ്മീഷന്റെ വിധിപ്പകർപ്പിൽ വരുന്നുണ്ട്. മറ്റൊന്ന് നടൻ ഇന്ദ്രൻസിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി അമ്മ നേരിട്ട് മുൻകൈയെടുത്ത് രംഗത്ത് വന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല പല നിർമ്മാതാക്കളും വിനയന്റെ സിനിമകൾ ചെയ്യാൻ വേണ്ടി രംഗത്ത് വന്നു. അവരെ എല്ലാം പിന്തിരിപ്പിച്ചത് ബി ഉണ്ണികൃഷ്ണനും സിബി മലയിലും ചേർന്നാണ്. അവിടം കൊണ്ടും തീരുന്നില്ല, നടൻ ജയസൂര്യയെ ഈ പറഞ്ഞു വിലക്കിയത്, അതായത് വിനയന്റെ പടത്തിൽ ഇനി അഭിനയിക്കരുത്. വിനയന്റെ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയസൂര്യ ഏറ്റവും ആദ്യം അഭിനയിക്കുന്നത് വിനയന്റെ പടമാണ്. അതിനുശേഷം തന്റെ ഗുരുസ്ഥാനീയനായി കണ്ടിരുന്ന വിനയന്റെ പടങ്ങളിൽ കൂടുതലായി അഭിനയിക്കാൻ ജയസൂര്യ തയ്യാറെടുക്കുകയായിരുന്നു. അങ്ങനെ തയ്യാറെടുത്ത ജയസൂര്യയെ ഭീഷണിപ്പെടുത്തി പറഞ്ഞു വിലക്കിയത് സിബി മലയിലാണ് എന്നുള്ളത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ നൽകിയിട്ടുള്ള മൊഴികളിൽ നിന്ന് വളരെ വ്യക്തമായിട്ടുള്ള ഹരി, നമുക്കറിയാം ഈ മലയാള സിനിമാ മേഖലയിലടക്കം പല മേഖലകളിലും ഇങ്ങനെ ഒരു കുത്തക നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിന് പുറമെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൂടെ പുറത്തു വന്നതുകൂടെ മലയാള സിനിമയിൽ ഒരു തരത്തിൽ മറ്റ് പുതുമുഖങ്ങൾക്ക് വളർന്നു വരാൻ, അതായത് ഈ പവർ ഗ്രൂപ്പിനെ അനുസരിക്കാത്ത പുതുമുഖങ്ങൾക്ക് വളർന്നു വരാൻ പോലും അവസരം ലഭിക്കാത്ത, മാത്രമല്ല സ്ത്രീകളടക്കം ധാരാളം ലൈംഗിക ചൂഷണങ്ങൾക്ക് വിധേയമാകുന്നു എന്ന വളരെ ഗൗരവപരമായ റിപ്പോർട്ടുകൾ കൂടിയുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്ന് കൃത്യമായി നിലപാടെടുത്ത വിനയനും തിലകനും ഒക്കെ നേരിടേണ്ടി വന്നിരിക്കുക എത്ര കരുത്തരായ എതിരാളികളെ ആയിരിക്കണം എന്നുള്ള കാര്യം കൂടി ഈ അവസരത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ടല്ലേ? തീർച്ചയായിട്ടും ജെൽസി, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതാണ് ഇപ്പോൾ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ വിധിപ്പകർപ്പും ചർച്ച ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പേരുകൾ പറയുന്നില്ല എന്നുള്ളത് ശരിയാണ്, പക്ഷെ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നുണ്ട്. ആ പവർ ഗ്രൂപ്പിനെ മാഫിയ സംഘം എന്നൊരു നടൻ വിശേഷിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും, പവർ ഗ്രൂപ്പിനെ മാഫിയ സംഘം എന്ന് വിശേഷിപ്പിച്ചത് ഒരേ ഒരു നടനാണ്, അത് തിലകനാണ് എന്നുള്ളത്. മാത്രമല്ല ആ തിലകനെ അമ്മയിൽ നിന്ന് പുറത്താക്കി, ആ പുറത്താക്കിയതിന് ശേഷം സീരിയലിലേക്ക് കയറി വന്നു, അവിടെയും വിലക്ക് ഏർപ്പെടുത്തി. അതായത് ആത്മ എന്ന് പറയുന്ന സീരിയൽ താരങ്ങളുടെ സംഘടന, സീരിയൽ ആർട്ടിസ്റ്റുകളുടെ സംഘടന തിലകന് വിലക്കേർപ്പെടുത്തിയിരുന്നു. അത് 2010 അത്തരത്തിൽ ഔദ്യോഗികമായി, അല്ലെങ്കിൽ അപ്രഖ്യാപിതമായ ഒരു വിലക്കൊന്നുമായിരുന്നില്ല. അവർ ഔദ്യോഗികമായ ഒരു പ്രമേയം പാസ്സാക്കിക്കൊണ്ടാണ് തിലകനെ വിലക്കുന്നതിലേക്ക് എത്തിയത്. അതായത് അന്ന് തിലകനെ വിലക്കിയതിൽ മലയാള സിനിമയിലുള്ള ഒരു നടനാണ് അന്ന് ആത്മയുടെ പ്രസിഡന്റ് ആയിരുന്നത് എന്ന് കൂടി പറയുന്നുണ്ട്. ആത്മയുടെ പ്രസിഡന്റ് ആയിരിക്കുക ആരൊക്കെയാണെന്ന് നമുക്കറിയാം. 2 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഗണേഷ് കുമാറും മറ്റൊന്ന് ഇടവേള ബാബുവും. അതിൽ ആരൊക്കെയാണെന്നുള്ളത് വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇത്തരത്തിൽ തിലകനെ പോലെയൊക്കെയുള്ള ഒരു നടനുമേൽ പരസ്യമായ വിലക്കും അപ്രഖ്യാപിത വിലക്കും ഒക്കെ ഏർപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അവർ എത്രത്തോളം ശക്തരായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും പേരുകൾ പറയുന്നില്ല. പക്ഷേ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തരായിട്ടുള്ള, അല്ലെങ്കിൽ സിനിമ തങ്ങളുടെ നിയന്ത്രണത്തിൽ, ഹരി, അതായത് അന്ന് തിലകൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ മാഫിയ സംഘം എന്നതിനപ്പുറം തിലകൻ കുറച്ചുകൂടെ കാര്യങ്ങൾ ഉറച്ചു പറഞ്ഞിട്ടുണ്ട്. ആ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നായർ സംഘം എന്ന് തന്നെ അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് ആരെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്ന് നമുക്ക് തന്നെ അറിയാമായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത്. ഒരുപക്ഷെ കൃത്യമായി അത്തരത്തിലുള്ള ഒരു മാഫിയ സംഘം എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ട പവർ ഗ്രൂപ്പ് എന്ന് ഇന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സംഘം, അത് മലയാള സിനിമയെ അടിമുടി മറിക്കാൻ കെൽപ്പുള്ള ഒരു സംഘമാണ്. അതായത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ റിപ്പോർട്ടിൽ അവരുടെ പേരുകൾ എടുത്ത് പറയുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഹരി പറഞ്ഞതുപോലെ തന്നെ മാക്ടയെ തകർത്തുകൊണ്ട് ഫെഫ്ക എന്ന സംഘടനയുടെ രൂപീകരണത്തിലേക്ക് നയിച്ച നടൻ ആരാണ് എന്ന് പകൽ പോലെ വ്യക്തമാണ്. കൃത്യമായി പറയുന്നത് ഹേമ കമ്മിറ്റി ഇപ്പോൾ കണ്ടുപിടിച്ച കാര്യങ്ങൾ തന്നെയാണ് അന്ന് കോമ്പറ്റീഷൻ ഓഫ് ഇന്ത്യയും കണ്ടുപിടിച്ചത്. പക്ഷേ നടപടിയെടുക്കാൻ നട്ടല്ലില്ലാത്ത ഒരു ഭരണകൂടമാണ് നമ്മുടെ മലയാള സിനിമയിൽ ഇത്തരത്തിൽ സ്ത്രീകളടക്കം ചൂഷണം നേരിടുന്നെങ്കിൽ അതിന് കാരണമെന്ന് ഈ ഘട്ടത്തിൽ തന്നെ പറയേണ്ടി വരും.